അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കം തന്നെ നിങ്ങൾ യാത്രയാണ് കാണുന്നത്. അതെ, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ചെറിയതെന്ന് വെച്ചാൽ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇതിലിടുന്നത്, ലോങ് ആക്കണ്ടായി വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏർവാടിയിലേക്ക് പോണൊരു വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. ഫുള്ളായിട്ട് എനിക്കിടാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും മാക്സിമം ഞാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ അമർത്തുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചുരങ്കം ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പോഴാണ് ഏകദേശം എടുക്കാൻ തുടങ്ങിയത്. വണ്ടിയിൽ ഇരുന്നിട്ട് നല്ല ക്ഷീണം കാരണം കിടന്നു പോയി. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മണി ആയിക്കണം പുലർച്ചെ. 18-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ 5 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതപ്പോൾ ചുരങ്കത്തിൽ കൂടെ ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഒരു തട്ടുകട മുന്നേ വെച്ചിട്ട് ചായ കുടിച്ചു. അതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 10:30 ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഉള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ഇട്ടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, കാരണം നല്ല മയക്കത്തിലായിരുന്നു. നൈറ്റ് പാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി കയറിയപ്പോഴാണ് നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. ഇപ്പോൾ ആരൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിൽ ഡ്രൈവറാണ് കേട്ടോ. പിന്നെ ഉപ്പ, ഉമ്മ, അനിയത്തിയും അവളുടെ ഹസ്ബൻഡ്, കുട്ടി, പിന്നെ ഞാനും ഇക്കയും മോനും. അപ്പോൾ നമ്മളിപ്പോൾ 18-ാം തീയതി വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ അന്ന് തന്നെ എനിക്ക് ഇടാനൊന്നും പറ്റിയിട്ടില്ല, കാരണം എനിക്ക് വൈഫൈ കണക്ഷൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇത് അതിന് ശേഷം നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് 21-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, ഭയങ്കര തണുപ്പാണ്. മലമുകളിലൊക്കെ കണ്ടില്ലേ, നല്ല മഞ്ഞ് മൂടി കെട്ടി നിൽക്കണ പോലെ കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചത്, വീഡിയോ എഡിറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ചുരങ്കം കിടക്കണതിൻ്റെ മുന്നേ ഉള്ള ഭാഗമാണ് കേട്ടത്. അപ്പോൾ എഡിറ്റ് ചെയ്യണതിൽ മാറിപ്പോയതാണ്, പിന്നെ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ തന്നെ, ആ ഒരു സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നത്. അവൻ വണ്ടിയിൽ ഒരു രക്ഷയില്ല, നല്ലപോലെ ഇരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം തമിഴ്നാട് ബോർഡർ കടന്നു കേട്ടോ, ആ ഭാഗമാണിത്. അപ്പോൾ മറ്റേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഒരു കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, കണ്ടില്ല, ഫുള്ള് ഇവിടെ അതന്നെ ആയിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും ഒരു മാക്സിമം പകുതി വരെ ഈ ഒരു സംഭവം മാത്രം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കണ്ടില്ലേ, എവിടെ നോക്കിയാലും നമ്മൾ വെറും പരന്ന് കിടക്കുന്ന സ്ഥലം. അധികം വീടുകളൊന്നും ഈ ഭാഗത്ത് വല്ലാണ്ട് കാണുന്നില്ല. ഉണ്ട്, ഒക്കെ അടുപ്പിച്ചിട്ടുള്ള വീടുകളാട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടുത്തെ പോലെ വലിയ വീടുകളോ അതല്ലെങ്കിൽ ഫ്ലാറ്റുകളോ ഒന്നുമില്ല. ഒരു ഗ്രാമം പോലെ ചെറിയ ചെറിയ ഒറ്റ നില വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്ന പോലെ ഫുള്ള് വെറും പറമ്പുകൾ മാത്രം. പിന്നെ ഒരുപാട് കൃഷികൾ കാണാൻ പറ്റിയ, നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചോളത്തിൻ്റെ കൃഷി കേട്ടോ, അതുപോലെ നെൽകൃഷി, അങ്ങനെ ഒരുപാട് കൃഷികൾ കാണാൻ പറ്റിയിട്ട്. നമ്മൾ ടോപ്പ് തമിഴ്നാട് എത്തിയിട്ട്, അപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു ആ ഭാഗത്ത്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആ ബ്ലോക്കിൽ തന്നെ പെട്ടിട്ട് നമ്മളവിടെ നിൽക്കണം ഉണ്ടായത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടുത്തെ റോഡ് പോലെ ഒന്നുമല്ല, തീരെ തിരക്കില്ല റോഡിലൊന്നും. നമ്മളിവിടെയൊക്കെ എന്ന് വെച്ചാൽ വണ്ടികളാണ് റോഡിലൊക്കെ.
അവിടെ തീരെ തിരക്കില്ല കേട്ടോ. പിന്നെ കൂടുതൽ ഇതേപോലെ 2 സൈഡിലും ഇങ്ങനെ പാലം പോലെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അധികം തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല റോട്ടിലൊന്നും. ഇതാ ഇപ്പോൾ കണ്ടില്ലേ ബോർഡ്, നമ്മളിപ്പോൾ രാമനാഥപുരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാമനാഥപുരത്ത് നിന്ന് ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഏർവാടിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ കൂടുതൽ തമിഴ്നാടിൻ്റെ കടന്നതിൻ്റെ ശേഷം കണ്ടിട്ടുള്ളത് ഈ ഒരു സംഭവം കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പുളിമരമാണോ നെല്ലിക്കമരമാണോ എന്ന് മനസ്സിലായില്ല കേട്ടോ. പുളിമരമല്ലാന്ന് തോന്നുന്നു, നെല്ലിക്കമരമാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാടുണ്ട്, കൃഷി പോലെ ഇരുന്ന് ഇത് കണ്ടിരുന്നത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ കടകൾ നോക്കുകയാണ്. നമ്മൾ വൃത്തിയും കുറച്ചുകൂടി വെടുപ്പുള്ളൊരു കട നോക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കണം. കാരണം ഫുഡ് കഴിക്കേണ്ട ടൈമായി, ഏകദേശം 1:30-2 മണിയോട് അടുക്കാനായി. പിന്നെ ഉപ്പാക്ക് മെഡിസിൻ കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടകൾ പെട്ടെന്ന് അടുത്തടുത്തൊന്നും ഇവിടെ കിട്ടണില്ല, ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ. കുറച്ചങ്ങോട്ട് പോയി ഒരു കട കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങണം. അങ്ങനെയാണ് ഈ ഭാഗത്ത് കടകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഏതെങ്കിലും ഒരു കടയിൽ നിർത്തിയേ പറ്റുള്ളൂ വെച്ചിട്ട് നമ്മളൊരു കടയിൽ നിർത്തി. അങ്ങനെ തമിഴന്മാരെ ഹോട്ടലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഫുഡ് കഴിച്ച് നോക്കുമ്പോൾ ഇലയൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് വെക്കണം, അങ്ങനെ അവർ തരുന്നത്. കുഴപ്പമില്ല, എന്നാലും കഴിച്ചു. എങ്ങനെയൊക്കെയോ ഞാനും അനിയത്തിയും ബിരിയാണി കഴിച്ചു, ബാക്കിയുള്ളവർ സാദാ ചോറ് കഴിച്ചു. പിന്നെ നമ്മളവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ കണ്ട് ബോറടിക്കണ്ട വെച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.